അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറുന്നത ക്ലാസ് തുടരുകയാണ്. നമുക്കിനി പറയാനുള്ളത് ഫിഅലിൻ്റെ അമലി ചെയ്യുന്ന ഇസ്മുകളിൽ ഏറ്റവും അവസാനത്തെ ഏഴെണ്ണം എന്നല്ല പറഞ്ഞത്, അതിൽ ഏഴാമത്തതിനെ കുറിച്ചാണ്, ഇസ്മു തഫ്ദീലിനെ കുറിച്ച് നോക്കാം. വസ്സാബിഉ ഏഴാമത്തത് മിമ്മ ഇസ്മുകളിൽ നിന്ന് യഅമലു അമല ഫിഅലിഹി അതിൻ്റെ ഫിഅലിൻ്റെ അമലി ചെയ്യുന്ന ഇസ്മുകളിൽ നിന്ന് ഏഴാമത്തത് ഇസ്മു തഫ്ദീൽ. അത് ഇസ്മു തഫ്ദീലാണ്. എന്താണ് ഇസ്മു തഫ്ദീൽ എന്ന് പറഞ്ഞാൽ? വഹു അത് അസിഫത്ത് ഒരു വിശേഷണം, ഒരു സിഫത്താണ്. അദ്ദാല്ലത്തു അറിയിക്കുന്ന ഒരു സിഫത്താണ്. അലൽ മുഷാറക്ക മുഷാറക്കയുടെ മേൽ, പങ്കുചേരലിൻ്റെ മേൽ. രണ്ട് ഷെയ് ഉണ്ടാവും അതിൽ, രണ്ട് ഷെയ്, രണ്ട് സാധനം, രണ്ട് ഷെയ്കൾ അതിൻ്റെ പങ്കു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മുഷാറക്കത്തിൻ്റെ മേൽ അറിയിക്കും. അതേപോലെ തന്നെ വസിയാദത്തി ഒരു വർധനവിൻ്റെ മേലും ലി സ്വാഹിബിഹ ആ മുഷാറക്കയിൽ പങ്കുചേർന്ന രണ്ടെണ്ണം ഉണ്ടാവും. ആ രണ്ടിൽ ഒന്ന് ഒരു സ്വാഹിബിന് വർധനവുണ്ട് എന്നറിയിക്കും അലാ ഗൈരിഹി മറ്റേ ആളെക്കാളും. രണ്ട് ഷെയ് ഉണ്ടാവും, ഒരു ഷെയ്ന് മറ്റേ ഷെയ്നേക്കാളും വർധനവുണ്ട്, സിയാദത്തുണ്ട് എന്നുകൂടി അറിയിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്താണ് മുഷാറക്കത്ത് എന്ന് പറഞ്ഞാൽ? ഇത് രണ്ട് കാര്യം, രണ്ട് ഷെയ്കളുണ്ടാവും. രണ്ട് ഷെയ്കളും ഒരു സിഫത്തിലായിരിക്കും. ഒരു സിഫത്ത്, ഒരു വിശേഷണത്തിലുള്ള രണ്ട് കാര്യങ്ങളുണ്ടാവും. എന്നാൽ ആ രണ്ട് കാര്യങ്ങളും, ആ രണ്ട് ഷെയ്കൾ വിശേഷണത്തിൻ്റെ കാര്യത്തിൽ ഒന്നൊന്നിനേക്കാൾ എന്താണ് വർധനവുണ്ടാവും. ഒന്നുകൂടി ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉദാഹരണം അൽ ഇൽമു അറിവാകുന്നത് അംഫഉ മിനൽ മാലി ധനത്തേക്കാൾ ഏറ്റവും പ്രയോജനമാണ്. അൽ ഇൽമു ഇൽമാകുന്നത് അംഫഉ അത് ഏറ്റവും പ്രയോജനമാണ് മിനൽ മാലി ധനത്തേക്കാൾ. അപ്പോൾ ഇത് നമ്മൾ എടുത്തു നോക്കുക. ഇതിനുള്ള സിഫത്ത് എന്താ? പ്രയോജനം ചെയ്യുക എന്നുള്ളതാണ്. പ്രയോജനം ചെയ്യുക എന്നൊരു സിഫത്ത്, ഒരു വിശേഷണം അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രയോജനം ചെയ്യുന്ന വിഷയത്തിൽ രണ്ട് കാര്യങ്ങൾ കൂറായിട്ടുണ്ട്. രണ്ട് ഏതാ? ഇൽമും മാലും. അപ്പോൾ അറിവും ധനവും എന്താണ് നമുക്ക് ഉപകാരമുണ്ട്, നഫ്അ ചെയ്യുക. അപ്പോൾ ആ വിശേഷണത്തിൽ, ഉപകാരം ചെയ്യുന്ന വിശേഷണത്തിൽ രണ്ടാളും പങ്കു ചേർന്നിട്ടുണ്ട്. അതാണ് മുഷാറക്കത്ത്. ഇൽമും മാലും പങ്കു ചേർന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ആ ഉപകാരം ചെയ്യുക എന്ന ഉപകാരം എന്ന വിഷയത്തിൽ ഒന്നൊന്നിനേക്കാൾ സിയാദത്തുണ്ട്. അതേതാ? ആ ഇൽമെന്നുള്ളത് മാലിനേക്കാൾ ഒന്നുകൂടി മംഫാണ്, ഒന്നുകൂടി അധികരിച്ച് ഉപകാരമുള്ളതാണ്. ഇപ്പം മനസ്സിലായോ? അതാണ് ഇവിടെ മുഷാറക്കത്തിനെ അറിയിക്കും, വസിയാദത്തിനെ അറിയിക്കും ലിസാഹിബിഹ അതിൻ്റെ സ്വാഹിബിൽ. അഥവാ പങ്കു ചേർന്ന മുഷാറക്കത്തിലുള്ള രണ്ട് ഷെയ്കളുണ്ടാവും. അതിലൊരാൾ അതിൻ്റെ സാഹിബ് മറ്റേളെക്കാളും ഒന്ന് വർധനവുണ്ടാവും ആ സിഫത്തിൽ, വിശേഷണത്തിൽ. മനസ്സിലായില്ലേ? ഇൽമും അതുപോലെ തന്നെ മാലും ഉപകാരമുള്ളതാണ്. പക്ഷെ ഉപകാരം ചെയ്യുന്നതിൽ ഒന്നൊന്നിനേക്കാൾ കൂടുതലുണ്ടാവും, സിയാദത്തുണ്ടാവും. അത് ഇൽമ്. അതാണ് പറഞ്ഞത്. നോക്കാം. സവാഉൻ സമമാണ് സീഗ മിൻ ഫിഅലിൻ ലാസിമിൻ. ആ ഇസ്മു തഫ്ദീലിനെ ലാസിമായ ഫീൽ നിന്ന് എടുക്കപ്പെട്ടാലും സെയിമാണ്. ഇതുപോലെ അക്രമു പോലെ, കറുമ ലാസിമായ ഫീൽ നിന്നെടുത്ത അക്രമു ആദരണീയൻ, ഏറ്റവും ആദരണീയൻ. ഔ അല്ലെങ്കിൽ മിൻ മുതഅദ്ദിൻ മുതഅദ്ദിൽ നിന്ന് എടുക്കപ്പെട്ടതായാലും ശരി. ഇതുപോലെ അദ്റബു വ അലമു. ഉണ്ടോ? ദറബ അടിച്ചു മുതഅദ്ദിയാണല്ലോ, അലിമ അറിഞ്ഞു മുതഅദ്ദിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ എടുത്തതാണ് അദ്റബു, ഏറ്റവും നന്നായി അടിക്കുന്നവൻ. വ അലമു നന്നായി അറിയുന്നവൻ, ഏറ്റവും നന്നായി അറിയുന്നവൻ എന്നൊക്കെ പറയും. ഇനി വലഹു ഈ ഇസ്മു തഫ്ദീലിനുണ്ട് സലാസു ഹാലാത്തിൻ മൂന്ന് അവസ്ഥകളാണുള്ളത്. യഹ്ദാഹ ആ മൂന്ന് അവസ്ഥകളിലൊന്ന് അന്നഹു തീർച്ചയായും ഈ ഇസ്മു തഫ്ദീൽ യുസ്തഅമലു ആ ഇസ്മു തഫ്ദീലിനെ ഉപയോഗിക്കപ്പെടും മിന്നിനോടുകൂടെ, മിന്നിനോടുകൂടെ ഉപയോഗിക്കപ്പെടും. എങ്ങനത്തെ മിന്നാണ്? അൽ ജാറത്ത് ജർറ് ചെയ്യുന്ന. എന്തിനാ ജർറ് ചെയ്യലിൽ? മുഫദ്ദലി അലൈഹി, മുഫദ്ദലു അലൈഹിന് ഒരു മുഫദ്ദലും ഉണ്ടാവും, മുഫദ്ദൽ അലൈഹി ഉണ്ടാവും. മുഫദ്ദൽ അലൈഹി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ശ്രേഷ്ഠമാക്കാം. ഇപ്പോൾ അൽ ഇൽമു അംഫഉ മിനൽ മാൽ എന്ന് പറഞ്ഞാൽ അറിവാണ് എന്താണ് മാലിനേക്കാൾ അംഫ. അപ്പോൾ മുഫദ്ദൽ ഏതാ? ശ്രേഷ്ഠമാക്കപ്പെട്ടത് ഏതാ? ഇൽമാണ്. അതാണ് സൂപ്പർ, ശ്രേഷ്ഠമാക്കപ്പെട്ടത്. എന്തിനേക്കാളും ശ്രേഷ്ഠമാക്കി? മാലിനേക്കാൾ. അത് മുഫദ്ദൽ അലൈഹിയാണ്. പിടിട്ടോ? അപ്പോൾ അംഫഉ മിനൽ മാലി എന്ന് പറഞ്ഞാൽ അംഫഉ ഇവിടെ എന്താണ്? മിന്നിനോട് കൂടെയാണ് ഇസ്മു തഫ്ദീൽ വന്നത്. മനസ്സിലായോ? അൽ മാൽ. അപ്പോൾ എങ്ങനത്തെ മിന്നാണ്? മുഫദ്ദൽ അലൈഹിക്ക് ജർറ് ചെയ്യുന്ന അറിയുമ്പോൾ മാലിന് ജർറ് ചെയ്തു. പിടിട്ടി. അതാണ് പറഞ്ഞത്. വലൗ തഖ്ദീറൻ തഖ്ദീറിലെങ്ങാനും അങ്ങനെ എന്തുണ്ടാവും? മിന്നുണ്ടാവും. മനസ്സിലായോ? അതാണ് പറഞ്ഞത്.
ഇതുപോലെ നഹ്വു അന അക്സറു മിൻക മാലൻ അന അക്സറു മിൻക മാലൻ വ അഅസ്സു നഫറാ. അവിടെ എങ്ങനെ ഉണ്ടാവും? അന അക്സറു മിൻക, കാഫ് ഉണ്ടോ, മജ്റൂർ വന്നു. അക്സറു മിന്നിനോട് കൂടെ അക്സറു ഇസ്മു തഫ്ദീൽ വന്നത്. വ അഅസ്സു ഉണ്ടോ, വ അഅസ്സു നഫറാ അവിടെയും വന്നു. അപ്പൊ അപ്പുറത്തേല് വ അഅസ്സു, അവിടെ ശരിക്കും അഅസ്സു മിൻക നിന്നേക്കാളും, നഫറൻ എന്താണ്, നല്ല സംഘബലമുള്ളവനാണ് എന്നും കൂടിയാണ്. അപ്പോൾ അവിടെ മിൻകാന്നുണ്ടാവും. അന അക്സറു മിൻക മാലൻ വ അഅസ്സു മിൻക നഫറൻ എന്നാ വരണ്ടേ. അപ്പോൾ അവിടെ തക്ദീറിൽ വന്നല്ലോ, അതാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് അവിടെ തക്ദീർ രണ്ട് നൽകും ഉദാഹരണം വന്നു. ഇനി ഔ അല്ലെങ്കിൽ ഈ യുസ്തഅമലു ഇസ്മു തഫ്ദീൽ ഉപയോഗിക്കപ്പെടും മുദാഫൻ മുദാഫായിട്ട് എങ്ങോട്ട്, നെക്റത്തിൻ നെക്റയിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതായിട്ട് ഉപയോഗിക്കും. എങ്ങനത്തെ നെക്റയാണ്? മുതാബിഖത്തിൽ ലിൽ മുഫദ്ദലി വുജൂബൻ, മുഫദ്ദലിനോട് ശ്രേഷ്ഠമാക്കപ്പെട്ടതിനോട് യോജിക്കുന്ന നെക്റ, വുജൂബൻ നിർബന്ധമായും, അത് നിർബന്ധമാണ്. അപ്പോൾ നിർബന്ധമായി മുഫദ്ദലിനോട് യോജിക്കുന്ന നെക്റയിലേക്ക് ഇദാഫത്ത് ചെയ്യപ്പെട്ടതായിട്ടും ഈ ഇസ്മു തഫ്ദീലിനെ ഉപയോഗിക്കും. എന്താണ് പറഞ്ഞത്? അഥവാ ഈ ഇസ്മു തഫ്ദീലിനെ നെക്റയിലേക്ക് ഇദാഫത്ത് ചെയ്താൽ അപ്പോൾ എന്താണ്, ഈ ഇസ്മു തഫ്ദീൽ മുഫ്രദ് മുദക്കറാൽ നിർബന്ധമാണ്, അത് പറയുന്നുണ്ട്. അപ്പം എന്തുകൂടി ആവണം അതിൻ്റെ കൂടെ, ഈ ആ മുദാഫിലേഹി ഉണ്ടല്ലോ, ആ മുദാഫിലേഹി മാക്കബിലുള്ള മുഫദ്ദൽ ഉണ്ടാവുമല്ലോ, ശ്രേഷ്ഠമാക്കപ്പെട്ട ആ ഇസ്മു തഫ്ദീലിൻ്റെ മുമ്പുള്ള, അതിനോട് യോജിച്ച് വരണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഉദാഹരണം താഴെ വരും, അപ്പം നമുക്ക് പറയാം. അതാണ് ആ പറഞ്ഞത്. അപ്പം അങ്ങനെ ആകുമ്പോൾ, ഈ രണ്ടാകുമ്പോൾ, രണ്ട് സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ജറിൻ്റെ മിന്നിനോട് കൂടെ ഉപയോഗിക്കപ്പെടുക, അല്ലെങ്കിൽ നെക്റയിൽ ഇദാഫത്ത് ചെയ്യപ്പെടുക. ഈ രണ്ടവസ്ഥയിലും ഈ ഇസ്മു തഫ്ദീലിന് എന്ത് ചെയ്യും? ഫയുഫ്രദഫോ മുഫ്രദാക്കപ്പെടും. വയുദക്കർ മുദക്കർ, മുഫ്രദ് മുദക്കറാക്കും, മുഫ്രദ് മുദക്കറായിട്ടേ ഉപയോഗിക്കും. ഫി ഹാദൈനിൽ മൗദിഅൈനി, ഈ രണ്ട് സ്ഥലത്ത്, അഥവാ നിക്റൽ മുദാഫും മിന്നിനോട് കൂടെയും. ഫതഖൂലു ഫിൽ അവ്വൽ, ഒന്നാമത്തെ ഇങ്ങനെ പറയും, മിന്ന് ആയി വന്ന് നോക്കി നിങ്ങൾ, മിന്നിന് ഉദാഹരണം സെയ്ദുൻ, അല്ലെങ്കിൽ നോക്കുക ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി കൂട്ടി പറയാം. സെയ്ദുൻ ഔ ഹിന്ദുൻ അവി സെയ്ദാനി അവിൽ ഹിന്ദാനി അവി സെയ്ദൂൻ അവിൽ ഹിന്ദാത്തു. ഇതിലിപ്പോൾ എല്ലാം പെട്ടല്ലോ, മുഫ്രദ് വന്നു, മുസന്ന പെണ്ണ് എല്ലാം വന്നു. ഇനി നിങ്ങൾ ഇത് ഏത് വെച്ച് പറയുകയാണെങ്കിലും അഫ്ദലു എന്നേ പറയാം, അതിനൊരു മാറ്റവും സംഭവിക്കില്ല. ഇസ്മു തഫ്ദീൽ അഫ്ദലു, അത് മുദക്കർ മുഫ്രദായിട്ട് തന്നെ കിടക്കും. മിൻ അംറിൻ, അംറിനേക്കാൾ അഫ്ദലാണ്, കാരണം മിന്ന് വെച്ച് ഉപയോഗിച്ച് അംറിനേക്കാൾ അഫ്ദലാണ്. അപ്പോൾ ഈ സെയ്ദായാലും ശരി, അവിടെ നിങ്ങൾ ഹിന്ദു വെച്ചാലും ശരി, ഹിന്ദാനി ഹിന്ദാത്ത് വെച്ചാലും ഇങ്ങനെയൊക്കെ പറയും, അല്ല ഹിന്ദാത്തു അഫ്ദലു എന്നേ പറയൂ, അല്ലാണ്ട് അതിനൊരു മാറ്റവും സംഭവിക്കില്ല. അതാ പറഞ്ഞത്. ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദ് ഖാലു, അവർ പറഞ്ഞ, ഇദ് ഖാലു ലയൂസുഫു വ അഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. അവർ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? യൂസുഫും അവൻ്റെ സഹോദരൻ അഥവാ ബിനിയാമീനും അഹബ്ബു ഇലാ അബീന, നമ്മുടെ പിതാവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരാണ്, മിന്ന നമ്മേക്കാളും. അപ്പോൾ ഇവിടെ അല്ല യൂസുഫു അഹൂഹു രണ്ടാളെ മുസന്നാണല്ലോ, എന്നിട്ടും അഹബ്ബുനെ പറഞ്ഞുള്ളൂ, മുഫ്രദ് മുദക്കറായിട്ട്, അതിനെ മുസന്നാക്കിയിട്ടൊന്നുമില്ല. അതാണ് പറഞ്ഞത്. കാരണം മിന്ന ഉപയോഗിച്ച പറഞ്ഞത്, മിന്ന നമ്മളെക്കാൾ കേട്ടാ. وقال الله تعالى, الله سبحانه وتعالى പറഞ്ഞു, قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم ومساكن ترضونها أحب إليكم من الله ورسوله. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കി, ഇവിടെ എന്തോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ? ആബാഉക്ക് നിങ്ങളുടെ പിതാക്കന്മാർ, അബ്നാഉക്ക് ഇഖ്വാനുക്ക് സഹോദരന്മാർ, അസ്വാജിക്ക് ഭാര്യമാർ, അശീറത്ത് കുടുംബങ്ങൾ, നിങ്ങൾ സൂക്ഷിച്ചു വെച്ച ധനം, എന്താണ് മാന്ദ്യം സംഭവിക്കുന്നത് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം, ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് പറയാം, അഹബ്ബ ഇലൈക്കും മിനല്ലാഹ്, അള്ളാഹുവിനേക്കാളും അള്ളാഹിൻ്റെ റസൂലിനേക്കാളും ഇനി ഉണ്ടായിട്ട് ആയത്ത് നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. അഹബ്ബ ഏറ്റവും ഇഷ്ടപ്പെട്ടതാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ. അപ്പോൾ ആയത്തുകൾ ബാക്കി എടുത്ത് നോക്കിയാൽ മതിയെ, അവിടെ ഷാഹിദിന് വേണ്ടി കൊടുത്തു അഹബ്ബ എന്നേ പറഞ്ഞുള്ളൂ, ഇത്രയും പറഞ്ഞിട്ട് മുമ്പ്. പക്ഷെ അവിടെ ജമ്മാക്കിയല്ല, അഹബ്ബ എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഫഅഫ്റദഹു ഫിൽ ഊല,
ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആയത്തിൽ എന്താ ഒന്നാമത്തെ ആയത്തിൽ എന്താണ് മാൽ ഇസ്നൈനി രണ്ടെണ്ണം ഉള്ളതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുഫ്രദാക്കിയാ പറഞ്ഞത്. ഇത് ഖാല യൂസുഫു അഖൂഹു രണ്ടെണ്ണം ഉണ്ടായിട്ടും അഹബ്ബു ഉണ്ടോ മുഫ്രദാക്കിയാ പറഞ്ഞത്. വഫിസാനി രണ്ടാമത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഏതാ മാൽ ജമാഅത്തിനോട് കൂടെ. കാരണം ആബാവുക്കുണ്ട് അബ്നാവുക്കുണ്ട് ഇഖ്വാനൊക്കെ ഒക്കെ ഉണ്ടായിട്ട് എന്താ പറഞ്ഞത് എന്താ മുഫ്രദാക്കിയാ പറഞ്ഞത് അഹബ്ബാന്നേ പറഞ്ഞുള്ളൂ. കണ്ട എന്തുകൊണ്ടാ ലിഖ്തിറാനിഹി അത് ബന്ധിച്ച് വന്നതുകൊണ്ട് അത് ചേർന്ന് വന്നതുകൊണ്ട് മിന്നിനോട് നമ്മൾ ആദ്യം പറഞ്ഞു. ഇനി വത്തഖൂലു ഫിസ്സാനി രണ്ടാമത്തെ ഉദാഹരണം. വത്തഖൂലു നീ പറയും ഫിസ്സാനി രണ്ടാമത്തെ അതേതാ നിക്റൽ ഇദാഫത്ത് ചെയ്യാ നോക്കി. സൈദുൻ അഫ്ദലു റജുലിൻ വസ്സൈദാനി അഫ്ദലു റജുലൈനി വസ്സൈദൂന അഫ്ദലു റിജാലിൻ വഹിന്ദുൻ അഫ്ദലു ഇംറഅത്തിൻ വൽഹിന്ദാനി അഫ്ദലു ഇംറഅത്തൈനി വൽഹിന്ദാത്തു അഫ്ദലു നിസാഇൻ. ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ആ മുഫദ്ദൽ എന്ത് സൈദ് സൈദാനി പിന്നെ സൈദൂന ഹിന്ദ് ഹിന്ദാനി പിന്നെ ഹിന്ദാത്ത്. അപ്പോൾ ഈ മുഫദ്ദലുകളൊക്കെ മാറ്റണ്ടെങ്കിലും ആ ഇസ്മു തഫ്ദീലിന് വല്ല മാറ്റവും സംഭവിച്ചോ? ഇല്ല. അത് അഫ്ദൽ 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 മുഫ്രദ് മുദക്കറായിട്ട് തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ഇത് ആ ഇസ്മു തഫ്ദീലിന് നെക്കിറക്ക് ആ നെക്കിറ എന്താവണം മാക്കബിലുള്ളതിനോട് ആ ഇസ്മു തഫ്ദീലിന് മുമ്പുള്ളതിനോട് അഥവാ ആ നെക്കിറയ മുദാഫിലേക്ക് ഉണ്ടല്ലോ അത് മാക്കബിലുള്ള മുഫദ്ദലിനോട് യോജിച്ച് വരൽ നിർബന്ധമാണ്. സെയ്ദുൻ ആണെങ്കിൽ റജുലിൻ സെയ്ദാനി നാകുമ്പോൾ റജുലൈനി എന്നാക്കേണ്ടോ. സെയ്ദൂൻ ആകുമ്പോൾ റിജാലിയാക്കി ഹിന്ദാകുമ്പോൾ ഇംറഅത്തിനാക്കി ഹിന്ദാനി ആകുമ്പോൾ ഇംറഅത്തൈനി പിന്നെ ഏതാണ് ഹിന്ദാത്താവുമ്പോൾ നിസാഇൻ. അപ്പം അതിന് യോജിച്ച് തന്നെ വരണം. അതാണ് പറഞ്ഞത് റജുലിൽ സെയ്ദ് റജുലിൽ ഏറ്റവും അഫ്ദലായ റജുലാണ് എന്നിങ്ങനെ ഓരോന്ന് വസ്സൈദാൻ രണ്ട് സെയ്ദുമാർ അഫ്ദലായവരാണ് സെയ്ദുൻ അങ്ങനെ പറയും. അപ്പോൾ ഇവിടൊക്കെ എന്താണ് മാക്കബുലിനോട് ഒരു യോജിച്ച് വരില്ല. അത് വുജൂബാണ് നിർബന്ധമാണ്. മനസ്സിലായോ? ആ ഏത് മുദാഫിലേഹി ആ നെക്കറ അത് ആ മുഫദ്ദലാണ് ഹിന്ദാത്തു എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ ഇസ്മു തഫ്ദീലിന് മുമ്പ് പറഞ്ഞ മുഫദ്ദൽ അതിനാണ് ശ്രേഷ്ഠമാക്കുന്നത്. അപ്പോൾ അതിനോട് യോജിച്ച് വരില്ല വുജൂബാണ്. അതാ പറഞ്ഞത്. ഇനി വൽ ഹാലത്തു സാനിയത്തു രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അൻ യുസ്താമല ഇസ്മു തഫ്ദീലിന് ഉപയോഗിക്കപ്പെടുക ബി അല്ലിനോട് കൂടെ ഉപയോഗിക്കപ്പെടും. അപ്പോൾ ഫയുതാബിക്ക് വുജൂബൻ മൗസൂഫു. അപ്പോൾ ഈ ഫയുതാബിക്ക് ഇസ്മു തഫ്ദീൽ യോജിക്കും വുജൂബൻ നിർബന്ധമായും മൗസൂഫഹു അതിൻ്റെ മൗസൂഫിനോട് യോജിക്കണം. നഹു സൈദുനിൽ അഫ്ദലു വസ്സൈദാനിൽ അഫ്ദലാനി വസ്സൈദൂനൽ അഫ്ദലൂന വസ്സൈദൂനൽ അഫാദിലു രണ്ട് ജമ്മുണ്ടല്ലോ. വഹിന്ദുനിൽ ഫുദ്ല വൽ ഹിന്ദാനിൽ ഫുദ്ലയാനി വൽ ഹിന്ദാത്തുൽ ഫുദ്ലയാത്തു അല്ലെങ്കിൽ അൽ ഫുദലു ഫുദലയാത്തു അല്ലെ അവിൽ ഫുദലു രണ്ട് ജമ്മാണല്ലോ. അപ്പോൾ ഇവിടൊക്കെ നിങ്ങൾ നോക്കി യോജിച്ച് സെയ്ദ് ആ ഇസ്മു തഫ്ദീൽ മാക്കബിലുള്ളതിന് മൗസൂഫിനോട് യോജിച്ച് വന്നിട്ട് സെയ്ദ് മുഫ്രദാണ് അൽ അഫ്ദൽ മുഫ്രദ് സെയ്ദാനി മുസന്ന അഫ്ദലാനി മുസന്ന സെയ്ദൂന ജമ്മ് അഫ്ദലൂന അഫാദിലു അത് രണ്ടും അഫ്ദലിൻ്റെ ജമ്മാണ്. ഹിന്ദുൻ അപ്പോൾ ഫുദലയാക്കി പെണ്ണായപ്പോൾ ഹിന്ദാനി ഫുദലയാനിയാക്കി ഹിന്ദാത്തു ഫുദലയാത്തു അല്ലെങ്കിൽ അൽ ഫുദലു രണ്ടും ജമ്മാണല്ലോ. അപ്പം അങ്ങനെ യോജിച്ച് വരൽ നിർബന്ധമാണ്. അഫ്ദലായ സെയ്ദ് അഫ്ദലായ രണ്ട് സെയ്ദുമാർ പിന്നെ അറിയുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെ യോജിച്ച് വരൽ വുജൂബാണ്. ഇനി മൂന്നാമത്തെ അവസ്ഥ വൽ ഹാലത്തു സാലിസത്തു അൻ യുസ്താമല മുദാഫൻ അൻ യുസ്താമല ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്മു തഫ്ദീലിനെ മുദാഫായിട്ട് ഉപയോഗിക്കൽ ഈ മാരിഫേൽക്ക് നേരത്തെ നെക്കിറൽക്കല്ലായിരുന്നു. നെക്കിറൽക്കാക്കുമ്പോൾ മുഫ്രദ് മുദക്കർ വുജൂബ്. മാരിഫേൽക്കാണെങ്കിൽ ഫയജൂസു ഫീഹി ഇസ്മു തഫ്ദീലിൽ അനുവദനമാകും വജ്ഹാനി രണ്ട് വജ്ഹ്. ഐ എന്താ വജ്ഹ് എന്ന് പറഞ്ഞാൽ അയൽ മുതാബഖത്തു യോജിച്ച് വരിക. അത് രണ്ട് വജ്ഹ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യോജിച്ച് വരിക അല്ലെങ്കിൽ വാദമുഹ യോജിക്കാതെ വരിക രണ്ടും പറ്റും. മനസ്സിലായ? അതമുഹാറ മുത്താബക്കത്ത് ഇല്ലാതെ വരിക മുത്താബക്ക് യോജിപ്പോടുകൂടി രണ്ടായിട്ടും പറ്റും. വഹുവൽ ഗാലിബ് യോജിപ്പില്ലാതെ വരലാണ് ഗാലിബ്. മാത്രമല്ല ഇബ്നു ഹിഷാം റഹ്മഹുള്ളാഹ് പറഞ്ഞത് ശറഹിൽ വഅദമുൽ മുത്താബക്കത്തി അഫ്സഹ് എന്നാണ്. മുത്താബക്കത്ത് ഇല്ലാതെ വരലാണ് എന്ത് അഫ്സഹ് യോജിപ്പില്ലാതെ വരലാണ് അഫ്സഹ് എന്ന്. യോജിപ്പ് അദമുൽ മുത്താബക്കത്ത് നിർബന്ധമാണ് എന്ന് ഇബ്നു സറാജിനൊരു വാദമുണ്ട്. ഇബ്നു സറാജ് അദമുൽ മുത്താബക്കത്ത് യോജിപ്പുണ്ടാവാതിരിക്കലാണ് അത് നിർബന്ധമാണ് എന്ന് ഇബ്നു സറാജിൻ്റെ വാദം. പക്ഷേ അതിനെതിരായിട്ടും ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇബ്നു ഹിഷാം റഹ്മഹുള്ളാഹ് തന്നെ തെളിവ് പറയുന്നുണ്ട്. നോക്കാം. قال الله تعالى الله سبحانه وتعالى പറഞ്ഞു വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാഹ്. അവിടെ നോക്കി വലതജിദന്നഹും അവരെ നിങ്ങൾക്ക് കാണാം അഹ്റസന്നാസി എന്നേ പറഞ്ഞുള്ളൂ. അവിടെ ജനങ്ങൾ കുറേ ഉണ്ടായിട്ടും അഹ്റസ എന്നേ പറഞ്ഞിട്ടുള്ളൂ. വലം യഖുൽ എന്ത് പറഞ്ഞിട്ടില്ല? വലം യഖുൽ അഹ്റസീ എന്ന് പറഞ്ഞില്ല. അഥവാ കുറേ ആൾ ജനങ്ങളാണല്ലോ. അപ്പോൾ അഹ്റസ മഫ്ഊലുൻ ബിഹി ആണല്ലോ.
അപ്പോൾ അഹ്റസൂന അല്ല ജമ്മ്, മഫൂൽ ബിഹാവും അഹ്റസീനാകുമല്ലോ. അങ്ങനെ നാസിൽക്ക് ഇദാഫത്ത് ചെയ്യുമ്പോൾ നൂനെ കളയണമല്ലോ. അങ്ങനെ വല തജിദന്നഹും അഹ്റസിൻ നാസി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അതാണ് പറഞ്ഞത്. ബിൽ യാ കൊണ്ട് പറഞ്ഞിട്ടില്ല, മനസ്സിലായി? ജമ്മാക്കി പറഞ്ഞിട്ടില്ല. അപ്പോൾ അദമുൽ മുത്താബഖത്താണ് ഇവിടെ. എന്നാൽ മുത്താബഖത്തായിട്ട് വന്ന് നോക്കിക്കാൽ അല്ലാഹു തആല വകദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹാ ഫതാബഖ. ഇവിടെ മുത്താബഖത്ത് യോജിച്ചാ വന്ന് ജമ്മാക്കി, അതിനനുസരിച്ച് അക്കാബിറ എന്നാക്കി. വലം യകുൽ അക്ബറ മുജ്രിമീഹാ മുഫ്രദാക്കി അക്ബർ എന്നല്ല പറഞ്ഞ, മറിച്ച് അക്ബറ എന്നാൽ അക്കാബിറ എന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ രണ്ടും വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അധികരിച്ചും എന്താണ് അദമുൽ മുത്താബഖത്ത. അപ്പോൾ അതിൻ്റെ ഖുലാസ എന്താ? മാരിഫയിലേക്കാണ് ഇദാഫത്ത് ചെയ്തതെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് പറ്റും. അദബുൽ മുത്താബഖത്ത് അഥവാ മുഫ്രദ് മുദക്കറാക്കി തന്നെ എപ്പോഴും പറയാം, അല്ലെങ്കിൽ മാഖബലുള്ള ഇസ്മിനോടും യോജിച്ചുകൊണ്ട് മാറ്റി പറയാം. രണ്ടും പറ്റും. പക്ഷേ അദമുൽ മുത്താബഖത്താണ് മുഫ്രദ് മുദക്കറാക്കി പറയലാണ് അഫ്സഹ് എന്നാണ് ഇബ്നു ഹിഷാം ഒക്കെ പറഞ്ഞത്. അതാണ് അക്തർ. നമ്മൾ മറ്റൊരു ഉദാഹരണമാണ് അതിന് പറഞ്ഞു നോക്കുക, ഖുർആനിൽ ഇല്ലാത്തത്. അതുപോലെ ഇപ്പോൾ ഫാത്തിമത്തു എന്താ അഫ്ദലുൽ ബനാത്തി എന്ന് പറയാം. ഫാത്തിമത്തു അഫ്ദലുൽ ബനാത്തി, അവിടെ ഫാത്തിമ എന്ന് പറഞ്ഞു, പക്ഷേ അതിനനുസരിച്ച് മാറ്റിയില്ല, അഫ്ദലു എന്ന് തന്നെ പറഞ്ഞു. ഫുദുല എന്നൊന്നാക്കിയില്ല, അഫ്ദലുൽ ബനാത്തി തന്നെ പറഞ്ഞു. അങ്ങനെ മുഫ്രദ് മുദക്കറായിട്ട് തന്നെ പറയാം. ഇനി മാക്കബുള്ള ഇസ്മു ഫാത്തിമയോട് യോജിച്ച് നമുക്ക് ഫാത്തിമത്തു ഫുദുലൽ ബനാത്തി, ഫുദുല എന്നും പറയാം. അപ്പോൾ ഇതൊക്കെ പറ്റും. ഫുദുലൽ ബനാത്തി. ഇനി ഖാലിദുൻ അഫ്ദലുൽ റിജാലി. ആദ്യം പിന്നെ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ഉദാഹരണം അൽ മുജ്തഹിദൂന അഫ്ദലുൽ റിജാലി എന്ന് പറയാം. അൽ മുജ്തഹിദൂന മാക്കബുള്ള ജമ്മാണ്, പക്ഷേ മുഫ്രദ് മുദക്കർ മുത്താബഖത്തില്ലാതെ പറഞ്ഞു അൽ മുജ്തഹിദൂന അഫ്ദലുൽ റിജാൽ. അഫ്ദൽ വേണ്ട, മുഫ്രദ് മുദക്കറായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അവിടെ എന്താക്കാം? മുജ്തഹിദിനോട് യോജിപ്പിച്ചിട്ട് അൽ മുജ്തഹിദൂന അഫാദിലുൽ റിജാൽ ജമ്മാക്കി പറഞ്ഞു. നേരത്തെ ഫാത്തിമിനോട് നമ്മൾ തനീസിൽ യോജിച്ചിട്ട് ഫുദുല എന്ന് പറഞ്ഞ പോലെ അതാണ് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. ഇനി നോക്കുക ബാക്കി. വാലം, നീ അറിഞ്ഞോ, അന്ന അഫ്അല തഫ്ദീൽ, തീർച്ചയായും അഫ്അലു തഫ്ദീൽ യൻസിബു തമ്മീസ, തമ്മീസിന് എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. വൽ ഹാല, ഹാലിനും നസ്ബ് ചെയ്യും. അതുപോലെ തന്നെ വസ്സർഫ, സർഫിനൊക്കെ നസ്ബ് ചെയ്യും. അതായത് അഫ്അലു തഫ്ദീൽ തമ്മീസിനെ നസ്ബ് ചെയ്യും. തമ്മീസ് വരലുണ്ടല്ലോ, അപ്പോൾ അതിന് നസ്ബ് കൊടുക്കുന്ന ആമിൽ തമ്മീസ് അഫ്അലു തഫ്ദീൽ. അതുപോലെ ഹാലിന്, സർഫിന്, ഇതിനൊക്കെ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. എന്നാൽ വലാ യൻസിബുൽ മഫ്ഊല ബിഹി, മഫ്ഊലും ബിഹി നസ്ബ് ചെയ്യൂല. അത് ഇത്തിഫാഖ. മഫ്ഊലും ബിഹിന്ന് മാത്രമല്ല, മഫ്ഊലു ലഹൂക്കും കൊടുക്കൂല, മഫ്ഊലു മാഹും മഫ്ഊലു മുത്തലക്കും ഒന്നും നസ്ബ് ചെയ്യൂല. ആര്? അഫ്ദലു തഫ്ദീൽ. അതിനുള്ള കഴിവില്ല. ഇവിടെ മഫ്ഊലും ബിഹ പറഞ്ഞില്ല, അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് മഫ്ഊലു മാഹും മഫ്ഊലു ലഹു മഫ്ഊലു മുത്തലക്കിനൊന്നും ചെയ്യൂല. നേരെ മറിച്ച് തമ്മീസ്, ഹാല്, സർഫിനൊക്കെ എന്ത് ചെയ്യും? നസ്ബ് ചെയ്യും. മുത്തലക്കൻ എന്ന് പറഞ്ഞാൽ സാഹിറായ ഇസ്മായിക്കോട്ടെ, കാന ഔ മുദുമറൻ, അതല്ലെങ്കിൽ ദമീർ ആയിക്കോട്ടെ, മഫ്ഊലും ബിഹി എന്ത് ചെയ്യൂല? നസ്ബ് ചെയ്യൂല. വലിഹാദ, അതുകൊണ്ടാണ് ഖാലു, അവർ പറഞ്ഞത് ഫി ഖൗലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലിൽ, ഇന്ന റബ്ബക ഹുവ അഅലമു മൻ യദില്ലു അൻ സബീലി, തീർച്ചയായും നിന്റെ റബ്ബ് അല്ലാഹു അലമാണ്. മൻ യദില്ലു അൻ സബീലി, അല്ലാഹുവിൻ്റെ സബീൽ മാർഗത്തെ തൊട്ട് എന്താ തെറ്റിപ്പോകുന്നവർ, വഴിപിഴച്ച് പോകുന്നവർ ആരാണെന്ന് അല്ലാഹുവിന് അറിയാമെന്നാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഈ മന്ന് അവിടെ അത് എന്തിൻ്റെ ആലമ്, മഞ്ഞ മഫൂലും ബിഹിയാണ്. അതുകൊണ്ട് ആലമിൻ്റെ മഫൂലാന്ന് തോന്നിപ്പോവുക. അങ്ങനല്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇന്നമ്മൻ എന്നുള്ള ലൈസത്ത് മഫൂലം ബി ആലമു. ആലമു എന്ന ഇസ്മു തഫ്ദീലിൻ്റെ മഫൂലല്ല. കാരണം ഇസ്മു തഫ്ദീൽ മഫൂൽ നസ്ബ് കൊടുക്കൂല. ബൽ മറിച്ച് ബി ഫീലിൻ മഹദൂഫിൻ, മഹദൂഫായ ഫീല് കൊണ്ടാണ് മന്ന് മഫൂലും ബിക്ക് നസ്ബ്. എങ്ങനത്തെ? യദുല്ലു അലൈഹി, ആ മഹദൂഫായ ഫീലിൻ്റെ മേലെ അറിയിക്കുന്നത് ഏതാ? ആലമു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ വെക്കണം? ഐ യഅലമു മൻ യദില്ലു, അല്ലാഹു അറിയും മൻ യദില്ലു, അങ്ങനെ വെക്കണം. മൻ യദില്ലു. അപ്പോൾ യാലമുവിൻ്റെ മഫൂലായിട്ടാണ്, മഹദൂഫായ ഫീലായ യാലമുവിൻ്റെ മഫൂലാണ് മൻ എന്ന് വെക്കണം. എന്നാൽ അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി വ അന്നഹു ഇസ്മു തഫ്ദീൽ, തീർച്ചയായും ഇസ്മു തഫ്ദീൽ യർഫഉ ദമീർ അൽ മുസ്തത്തിറ, മുസ്തത്തിറായ ദമീർ റഫു ചെയ്യും ഇത്തിഫാഖിൻ, അത് ഇത്തിഫാഖോട് എല്ലാവർക്കും യോജിപ്പുള്ള കാര്യമാണ്. മുസ്തത്തിറായ ദമീർ റഫു ചെയ്യും. ഉദാഹരണം ഇപ്പോൾ നെഹ്വു സെയ്ദുൻ, സെയ്ദാകുന്നത് അഫ്ദൽ, അവൻ ഏറ്റവും അഫ്ദലാണ്. മിൻ അംറിൻ, അംറിനേക്കാൾ അഫ്ദലാണ് അവൻ. അപ്പോൾ അവൻ സെയ്ദ് അഫ്ദലു, അവൻ അഫ്ദലാണ്. അപ്പോൾ അഫ്ദലിൽ മുസ്തത്തിറായ ദമീർ ഹു ഉണ്ട്, അത് സെയ്ദിലേക്ക് മടങ്ങുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ ആ മുസ്തത്തിറായ ദമീർ റഫു ചെയ്യും, അതിൽ തർക്കമില്ല. ഫഫി അഫ്ദലു, അപ്പോൾ അഫ്ദലു എന്നുള്ളതിൽ ദമീറുണ്ട്, മുസ്തത്തിറുൻ ആയിദുൻ ഇലാ സെയ്ദിൻ, സെയ്ദിലേക്ക് മടങ്ങുന്ന മുസ്തത്തിറായ ദമീറുണ്ട്, അത് സംശയമല്ല. എന്നാൽ വല യർഫു ഫിൽ ഗാലിബി, അധികരിച്ചും ഈ ഇസ്മു തഫ്ദീൽ റഫു ചെയ്യൂല. ഇസ്മൻ സാഹിറൻ, സാഹിറായ ഇസ്മിനും ചെയ്യൂല, ഗാലിബിനും റഫു ചെയ്യൂല.
വല ദമീറ മുൻഫസിലായ ദമീറും റഫ് ചെയ്യൂല. മുസ്തത്തിർ നമ്മൾ പറഞ്ഞു ഇത്തിഫാക്ക, നേരെ മറിച്ച് മുൻഫസിലോ ദാഹിറായ ദമീറിനോ റഫ് ചെയ്യൂല എന്ന ഗാലിബിലും. അപ്പോൾ പിന്നെ വഹ്തറസ ബി ഖൗലിഹി ഫിൽ ഗാലിബ്, ഗാലിബിലും എന്നുള്ള കൗല് കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു അന്ന ലുഗത്തി ബഅദിഹിം, അവരിൽ ചിലരുടെ ലുഗ, ചില ആളുകളുടെ അറബികളുടെ ലുഗ ഉണ്ട്, അതുപോലെ ദഈഫായ ലുഗയാണത്. അല്ലത്തി എങ്ങനത്തെ ലുഗാണ്? ഹക്കാഹ, ആ ദഈഫായ ലുഗ ഉദ്ധരിച്ചിട്ടുണ്ട് ആര്? സിബവൈഹി ഇമാം. അൻ ഖൗലിഹിം, അവരുടെ കൗലിനെ തൊട്ട്. എന്താ? മറർത്തു, ഞാൻ നടന്നു, ബിറജുലിൻ, ഒരു റജുലിൻ്റെ അരികിലൂടെ. എങ്ങനത്തെ റജുലാണ്? അഫ്ദല മിൻഹു, ആ റജുലിനേക്കാൾ അഫ്ദലാണ് അബൂഹു, ആ റജുലിൻ്റെ വാപ്പ. അപ്പോൾ ബി ഹഫ്ദി അഫ്ദൽ, അഫ്ദലിനിവിടെ ജെറ് ചെയ്തുകൊണ്ടാകും. ജെറ് ചെയ്യാന്ന അഫ്ദൽ എന്താണ്? ഗൈറ മുൻസരിഫാണല്ലോ, അപ്പോൾ ഫത്ഹത്ത് കൊണ്ടാണല്ലോ അഫ്ദല എന്നാ പറയുക, അഫ്ദലി എന്നറിയില്ലല്ലോ. അപ്പോൾ അഫ്ദലിനെ ഹഫ്ദ് ചെയ്തുകൊണ്ട് അഥവാ ജെറ് ചെയ്തുകൊണ്ട്. അല ഏതടിസ്ഥാനത്തിലാണ്? അല അന്നഹു സിഫത്തു റജുലിൻ, റജുലിൻ്റെ സിഫത്താണ് അഫ്ദൽ. മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ വറഫി അബൂഹു, അബൂഹു എന്നുള്ള റഫും അതേതടിസ്ഥാനത്തിലാണ്? അലൽ ഫാഇലിയ, ഈ അഫ്ദൽ എന്നുള്ളതിൻ്റെ ഫായിലാണ് അബൂഹു എന്ന അടിസ്ഥാനത്തിൽ. അപ്പോൾ അബൂഹുവിന് റഫ് കൊടുത്ത ആമിൽ അഫ്ദൽ എന്ന ഇസ്മുത്ത് അഫ്ദലാണ് എന്നിങ്ങനെ ഒരു ലുഗ അറബികളിൽ നിന്ന് സിബവൈഹി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? മറർത്തു, ഞാൻ നടന്നു, റജുലിൻ്റെ അരികിലൂടെ, അഫ്ദല മിൻഹു, ആ റജുലിനേക്കാൾ അഫ്ദലാണ് അബൂഹു, ആ റജുലിൻ്റെ വാപ്പാന്ന. എന്നാൽ അപ്പോൾ അല്ലാത്തവരെ എങ്ങനെ അതിനെ പറയാ? വൽ ജുംഹൂർ ആളുകളും യൂജിബൂൻ, അവർ നിർബന്ധമാക്കും റഫ അഫ്ദല ഫി ദാലിക, അതിൽ ഇവിടെ അഫ്ദൽ എന്നുള്ളതിന് റഫിന് അവർ നിർബന്ധമാക്കും. ബി റജുലിൻ അഫ്ദലു എന്ന് പറയണം. അതേതടിസ്ഥാനത്തിലാണ്? അല അന്നഹു ഖബറും മുഖദ്ദമുൻ, അത് മുഖദ്ദമായ മുന്തി വന്ന ഖബറാണ്. എന്നിട്ട് അബൂഹു എന്നുള്ള മുബ്തദ മുഅഖറാക്കണം. മനസ്സിലായോ? അപ്പോൾ മുബ്തദ മുഅഖറും ആ ഖബർ മുഖദ്ദമും കൂടി ജുംല നമുക്ക് എന്താക്കാം? റജുലിനെ സിഫത്താക്കി പറയാം. പിടിട്ടോ? മേനയിൽ വ്യത്യാസം വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഫായിലു അഫ്ദല, അഫ്ദൽ എന്നുള്ളതിൻ്റെ ഫായിൽ ഏതായിരിക്കും? ദമീർ മുസ്തത്തിറായിരിക്കും. ആയിദുൻ അലൈഹി, ആ അബു എന്നുള്ള വാപ്പാൻ്റെ മേലേക്ക് മടങ്ങുന്ന ഒരു മുസ്തത്തിറായ ദമീറായിരിക്കും. അപ്പം മുസ്തത്തിറായ ദമീറിൽ ഒരു ഇത്തിഫാക്കാണല്ലോ, പ്രശ്നമില്ല. അപ്പം എങ്ങനെ വരിക? മറർത്തു ബി റജുലിൻ, ഒരു റജുലിൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. അഫ്ദലു, ശ്രേഷ്ഠനാകുന്നു, ആ മിൻഹു, ആ റജുലിനേക്കാൾ അബൂഹു, അവൻ്റെ വാപ്പ. അപ്പോൾ ഒന്നുകൂടിയും പറയുകയാണെങ്കിൽ മറർത്തു ബി റജുലിൻ അബൂഹു, ഒരു പുരുഷൻ്റെ അരികിലൂടെ ഞാൻ നടന്നു, അബൂഹു, അവൻ്റെ വാപ്പ, അഫ്ദലു മിൻഹു, ആ റജുലിനേക്കാൾ അഫ്ദലാണ്. കണ്ടോ? അങ്ങനെ വെക്കണം. അപ്പോൾ ആ ജുംലയെ സിഫത്താക്കാം. മനസ്സിലായി? അപ്പോൾ അബൂഹു, അവൻ്റെ വാപ്പ, അഫ്ദലു, ആ വാപ്പ അഫ്ദലാണ്. അപ്പോൾ മുസ്തത്തിറ ദമീർ ഉണ്ടാവും. അതാണ് ഇതിലേക്ക് മടക്കുന്നത്, വാപ്പിലേക്ക് മടക്കുന്നത്. മനസ്സിലായി? അബൂഹു, അവൻ്റെ വാപ്പ അഫ്ദൽ, ആ വാപ്പ അഫ്ദലാണ്. അപ്പോൾ മുസ്തത്തിറ ദമീർ ഉണ്ടാവും, അതിന് റഫ് കൊടുക്കും. അത് ഇത്തിഫാക്കാണല്ലോ. അതാണ് പറഞ്ഞത്. ഇനി ഇല്ല, ഇപ്പോൾ ഇബ്നു ഹിഷാം പറഞ്ഞല്ലോ, വലാ യർഫു, ആ ഗാലിബിലും ളാഹിറ ഇസ്മിന് റഫ് ചെയ്യൂല എന്ന് പറഞ്ഞല്ലോ. ഇനി റഫ് ചെയ്യുന്ന, അത് ഇത്തിഫാക്കോട് കൂടി റഫ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ളാഹിറ ഇസ്മിന്. അതാണ് കുഹ്ലി മസ്അല എന്ന് പറയും. നഹ്വികൾ എല്ലാ കിതാബിലും ആവർത്തിച്ചത് കൊണ്ടാണ് കുഹ്ലി മസ്അല. ഇല്ലാ ഫി മസ്അലത്തിൽ കുഹ്ലി മസ്അലയിൽ ഒഴികെ. ഫഇന്നഹു, അപ്പോൾ തീർച്ചയായും ഈ ഇസ്മു തഫ്ദീൽ യർഫഉ ഫിഹ, ഈ കുഹ്ലി മസ്അലയിൽ ളാഹിറ ഇസ്മിന് റഫ് ചെയ്യും. നിജ്മ എന്ന നിലക്ക് റഫ് ചെയ്യും. അതിൽ തർക്കല്ലായിരിക്കും. പക്ഷേ നിബന്ധന ഉണ്ട്. വദാബിതുഹ, അതിൻ്റെ നിബന്ധന എന്താണ്? യകൂന ഫിൽ കലാമി, കലാമിൽ ഉണ്ടാവണം നഫി ഉണ്ടാവണം. ഔ ശിബുഹു, അല്ലെങ്കിൽ ശിബുഹ് നഫി ഉണ്ടാവണം, അഥവാ നഹിയോ ഇസ്തിഫാമോ ഉണ്ടാവണം. എന്നിട്ട് വബഅദഹു, അതിന് ശേഷം ഇസ്മു ജിൻസിൻ്റെ ഇസ്മു ഉണ്ടാവണം. ആ ഇസ്മു ജിൻസിൻ്റെ എങ്ങനത്തെ? മൗസൂഫൻ, വസ്ഫ് പറയപ്പെട്ടതാവണം. ഇസ്മു തഫ്ദീൽ കൊണ്ട് വസ്ഫ് പറയപ്പെട്ടതാകണം. ഇൻഷാ അല്ലാഹ് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് ഓരോന്നും വ്യക്താക്കാം. എന്നിട്ട് വയക്കൂന് മർഫുഹു, ആ അതിൻ്റെ ഈ ഇസ്മു തഫ്ദീലിൻ്റെ ഹൂനറ ഇസ്മു തഫ്ദീലിൻ്റെ മർഫു ഉണ്ടല്ലോ, ളാഹിറ ഇസ്മിന് റഫു ചെയ്യല്ലോ. അപ്പോൾ ആ ഇസ്മു തഫ്ദീലിൻ്റെ മർഫു ആകുകയും വേണം അജ്നബി ആവണം. അജ്നബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ മർഫു ഉണ്ടല്ലോ, ആ മർഫു ആയതിൻ്റെ ഇസ്മുണ്ടല്ലോ, മർഫു ആയതിൻ്റെ ളാഹിറ ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിൽ നിന്ന് ആ മൗസൂഫ് ഉണ്ടാവും. അഥവാ ഇസ്മു തഫ്ദീൽ സിഫത്തായി വരുന്ന അതിൻ്റെ മാക്കബിലുള്ള മൗസൂഫ് ഉണ്ടല്ലോ, ആ മൗസൂഫിലേക്ക് ദമീർ ഉണ്ടാവില്ല. അതാണ് അജ്നബി എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ആ മൗസൂഫിലേക്ക് മടങ്ങുന്ന ആയതായ ഒരു ദമീർ ഉണ്ടാവൂല. ഏതിൽ നിന്ന്? മർഫുആയ ഇസ്മിൽ നിന്ന്. അതുകൊണ്ടാണ് അജ്നബി എന്ന് പറയുന്നത്. പിന്നെ എങ്ങനത്തതാവണം? മുഫദ്ദലൻ അലാ നഫ്സിഹി, ആ മർഫൂ എന്താണ്? മുഫദ്ദലൻ അലാ നഫ്സിഹി, അതിനേക്കാൾ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാവും. മനസ്സിലായോ? അതിനേക്കാൾ തന്നെ മുഫദ്ദലായതും ശ്രേഷ്ഠമാക്കപ്പെട്ടതാകും. ബിഅ്തിബാരൈനി, രണ്ട് ഈത്തിബാർ കൊണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാക്കി തരാം. ബിഅ്തിബാരൈനി എന്ന് പറഞ്ഞാൽ അവിടെ ബിഅ്തിബാരി മഹല്ലൈനി എന്നാ.
ആ രണ്ട് മഹല്ലിനെ പരിഗണിച്ച് നോക്കുമ്പോൾ ഈ കുഹുല് സാധനം ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ കുഹുല് മസലാണ് പറയാൻ പോണത്. അതാണ് ഞാൻ പറയുന്നത്. ആ കുഹുലാണ് മർഫുആ ഇസ്മ് വരിക. ആ കുഹുല് ഒറ്റൊന്നാണ്. അത് തന്നെ രണ്ട് ഇത്തിബാറിലൂടെ വരികയാണ്. ഒന്നിൽക്ക് വെച്ച് നോക്കുമ്പോൾ മുഫദ്ദലായിരിക്കും, ഒന്നിൽക്ക് വെച്ച് നോക്കുമ്പോൾ മുഫദ്ദൽ അലൈഹി ആയിരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാം. അതായത് സെയ്ദിന്റെ കണ്ണിലും റജുലിന്റെ കണ്ണിലും നമ്മൾ ഉദാഹരണം പറയാൻ പോണ അനുസരിച്ച് പറഞ്ഞാണ്. അപ്പോൾ അതാണ് മുഫദ്ദലൻ അലാ നഫ്സിഹി, അതിനേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ടതാകും ബി ഇത്തിബാറൈനി, രണ്ട് ഇത്തിബാർ കൊണ്ട്, അഥവാ രണ്ട് മഹല്ലിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ട്. ആ ഒരൊറ്റ സാധനം തന്നെ കുഹുല് ഒരു സാധനം തന്നെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് മുഫദ്ദൽ അലൈഹിയായി മാറും. അതാണ് പറഞ്ഞത്. ഇനി എൻ്റെ ഉദാഹരണം നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിസാലു ഹാദിന് ഉദാഹരണം നഹ്വു ഖൗലിക, നിന്റെ കൗല് പോലെ നഹ്വിൻ്റെ കിതാബിലൊക്കെ ഉള്ളതാണ്. മാ റഅയ്തു റജുലൻ, ചിലവിൽ അഹദൻ എന്ന് പറയുന്നുണ്ട്. മാ റഅയ്തു റജുലൻ അഹ്സന ഫി ഐനിഹിൽ കുഹ്ലു മിൻഹു ഫി ഐനി സൈദിൻ. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, റജുലൻ ഒരാളെയും, ഒരു പുരുഷനെയും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനത്തെ അഹ്സന ഫി ഐനിഹി, അവൻ്റെ കണ്ണിൽ നന്നായിട്ടുണ്ട്, അൽ കുഹുല് നന്നായിട്ടുണ്ട്, സുർമ. അപ്പോൾ കുഹുല് സുർമ. മാ റഅയ്തു റജുലൻ, ഒരു റജുലിനെ ഞാൻ കണ്ടിട്ടില്ല, അഹ്സന ഏറ്റവും നന്നായിട്ടുള്ള, ഫി ഐനിഹി അവൻ്റെ കണ്ണിൽ, അൽ കുഹുല് സുർമ നന്നായിട്ടുള്ള, മിൻഹു ആ സുർമ തന്നെ ഏറ്റവും നല്ലതായി, ഏത് ഫി ഐനി, ആ സുർമ തന്നെ ഏറ്റവും നല്ലതായിട്ട് എന്താണ് ഫി ഐനി സെയ്ദിൻ്റെ കണ്ണിൽ. അപ്പോൾ സെയ്ദിൻ്റെ കണ്ണിൽ സുറുമ നന്നായതിനേക്കാളും നന്നായിട്ട് വേറൊരാളെയും കണ്ടിട്ടില്ല എന്നാ മനസ്സിലായോ. മാറായത്തും ഞാൻ കണ്ടിട്ടില്ല റജുലൻ, ഒരു റജുലിനെയും, അഹ്സന ഫി ഐനിഹി അവൻ്റെ കണ്ണിൽ എന്തായിട്ടുണ്ട്, റജുലിക്ക് അവൻ്റെ കണ്ണിൽ നന്നായിട്ടുണ്ട് എന്ത്, അൽ കുഹുല് നന്നായിട്ടുണ്ട്, അഹ്സൻ്റെ ഫായിൽ. മിൻഹു ആ കുഹുൽക്ക് മടക്കണം, ആ കുഹുല് തന്നെ ഏറ്റവും അഹ്സനായ, ഏത് അഹ്സനായിട്ട്, ഫി ഐനി സെയ്ദിൻ്റെ കണ്ണിനേക്കാൾ, അപ്പോൾ സെയ്ദിൻ്റെ കണ്ണിലായ നിലയിൽ. അപ്പോൾ സെയ്ദിൻ്റെ കണ്ണിൽ കുഹുലി നന്നായതിനേക്കാളും നന്നായിട്ട് എന്താണ് വേറൊരാളെ കണ്ണിലും കണ്ടിട്ടില്ല എന്നാ മനസ്സിലായോ. മാറായിത്തു റജുലൻ, അഹ്സന എന്നുള്ള റജുലിന് സിഫത്താണ്. ഫി ഐനിഹി ഒന്നുകിൽ അഹ്സൻ്റെ മുത്താലക്ക് അഹ്സനാക്ക, അല്ലെങ്കിൽ അൽ കുഹുലു എന്നുള്ളത് ഹാലു ആക്കാം. മനസ്സിലായോ. മിൻഹു എന്നുള്ളത് അതിനെ മുത്താലക്ക് അഹ്സൻ, ഹു എന്നുള്ളത് കുഹുലിലേക്കാണ് മടങ്ങുന്നത്. ഫി ഐനി സെയ്ദ് എന്നുള്ളത് ആ ഹു എന്നുള്ളത് ഹാലാക്കാം. അപ്പോൾ അത് തന്നെ ഏറ്റവും നന്നായ നിലയിൽ, അതാണ് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കുക. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഓടാത്ത സ്ഥിതി ഇപ്പോൾ തോന്നുന്നു. ആ വാചകം കൊണ്ടാണത്. മാ റഅയ്തു ഞാൻ കണ്ടിട്ടില്ല റജുലൻ, ഒരു റജുലിനെയും. എങ്ങനത്തെ റജുലാണ്, അഹ്സന ഫി ഐനിഹിൽ കുഹുലു അവൻ്റെ കണ്ണിൽ കുഹുല് സുറുമ നന്നായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല. മിൻഹു ആ സുർമ തന്നെ ഏറ്റവും നന്നായിട്ട്, ഫി ഐനി സെയ്ദിൻ്റെ കണ്ണിൽ. അപ്പോൾ ആ സെയ്ദിൻ്റെ കണ്ണിൽ സുർമ നന്നായതിനേക്കാളും നന്നായത് വേറൊരുത്തരം കണ്ടില്ല എന്ന ഉദ്ദേശം. മനസ്സിലായില്ലേ. അപ്പോൾ ഇനി ഇറാബ് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ച് നോക്കി, നമ്മൾ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു, ഈ കലാമിൽ നഫിയോ വരണോ ഷിബു നഫിയോ വരണം. അപ്പോൾ നഫി വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇസ്മു ജിൻസ് വരണം, അതേതാ റജുലി ജിൻസിൻ്റെ ഇസ്മു. പിന്നെ മൗസൂഫും ആ ഇസ്മു ജിൻസ് തന്നെ മൗസൂഫും ഇസ്മു തഫ്ദീൽ കൊണ്ട് മൗസൂഫാവണമല്ലോ. അപ്പോൾ ഇസ്മു തഫ്ദീൽ ഏതാ, മൗസൂഫുൻ അത് വസ്തു പറയപ്പെട്ടതാവണം ഇസ്മു തഫ്ദീൽ കൊണ്ട്. അപ്പോൾ അഹ്സൻ ഉണ്ടോ, ഇസ്മു തഫ്ദീൽ റജുലിൻ്റെ സിഫത്താണ്. പിന്നെ വയക്കൂന് മർഫൂഹു അജ്നബി, അതിൻ്റെ മർഫു. ഇപ്പോൾ ഇവിടെ തെളിവ് നമുക്ക് അഹ്സനാണ്. അഹ്സൻ ഇസ്മു തഫ്ദീൽ ദാഹിറ ഇസ്മിന് എന്താ കുഹുല് ഫായിലിന് റഫു കൊടുത്തിട്ടുണ്ട്, അതാ തെളിവ്. അപ്പോൾ ആ മർഫു അജ്നബി ആവണം, അൽ കുഹുലു കണ്ടോ അജ്നബിയാണ്. കാരണം അതിൽ നിന്നും ആ റജുൽ എന്ന മൗസൂഫിലേക്ക് മടങ്ങുന്ന ആയിദ് ദമീറില്ല, അപ്പോൾ അജ്നബിയാണ്. പിന്നെ മുഫദ്ദലൻ അലാ നഫ്സിഹി എന്ന് പറഞ്ഞാൽ അതെന്താ, അത് തന്നെ എന്താണ് അതിനേക്കാൾ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാവണം. അഥവാ എന്താ പറയുക, അതിനേക്കാൾ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാവുക. അതാണല്ലോ മുഫദ്ദലൻ അലാ നഫ്സി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ തന്നെ ശ്രേഷ്ഠമാക്കപ്പെട്ടതാവുക. ബേറ്റിബാർ ഇനി രണ്ട് ഇത്തിബാർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ ഏതാ രണ്ട് ഇത്തിബാർ. നമുക്ക് രണ്ട് ഇത്തിബാർ വെച്ച് നോക്കുമ്പോൾ സാധനം ഒന്ന് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ മുഫദ്ദലായാലും മുഫദ്ദൽ അലൈഹിയായാലും സാധനം ഒന്ന് തന്നെ കുഹുലാണ്. പക്ഷേ അതിനെ നമ്മൾ ഇത്തിബാർ ചെയ്യാം, മഹല്ല് ഇത്തിബാർ ചെയ്യാണ്. അപ്പോൾ എങ്ങോട്ടാ ഇത്തിബാർ, രണ്ട് ഇത്തിബാർ എന്ന് പറയുമ്പോൾ ഏതാ വരിക, സെയ്ദിൻ്റെ കണ്ണിലും സെയ്ദിൻ്റെ കണ്ണല്ലാത്ത ബാക്കിയുള്ള കണ്ണിൽ പറഞ്ഞല്ലോ. മാ റഅയ്തു റജുലൻ എന്ന് പറഞ്ഞല്ലോ, മാ റഅയ്തു റജുലൻ. അപ്പോൾ സെയ്ദിൻ്റെ അല്ലാത്ത റജുലിൻ്റെ കണ്ണിലും അങ്ങനെ വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നമ്മളെന്താ മലയാളത്തിൽ പറഞ്ഞത്, സെയ്ദിൻ്റെ കണ്ണിൽ കുഹുല് നന്നായതിനേക്കാളും വേറൊരാളെ വേറൊരാളുടെയും കണ്ണിൽ കണ്ടിട്ടില്ല എന്നാ. അപ്പോൾ മുഫദ്ദൽ ഏതാ, സെയ്ദാണ്. മനസ്സിലായോ. അപ്പോൾ കുഹുലി എന്നുള്ളത് സാധനം തന്നെ. രണ്ട് മുഫദ്ദലായാലും മുഫദ്ദൽ അലയും സാധനം ഒന്ന് കുഹുലി.
ആ കുഹുല് സെയ്ദിൻ്റെ കണ്ണിൽ മുഫദ്ദല ശ്രേഷ്ഠമാക്കപ്പെട്ടതാണ്. എന്നാൽ സെയ്ദല്ലാത്ത റജുലിൻ്റെ കണ്ണിലോ അത് മുഫദ്ദൽ അലൈഹിയ. കാരണം സെയ്ദിൻ്റെ കണ്ണിലാണല്ലോ ടോപ്പ്. ഇപ്പോൾ മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അതാണ് ആ പറഞ്ഞ ഉദ്ദേശം. ഇനി മറ്റേ ഇസ്തിഫാമിന് ഉദാഹരണം നോക്കി നിങ്ങൾ. ഹൽ റഅയ്ത അഹദൻ, ആരെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? അഹ്സന ഫി ഐനിഹിൽ കുഹുലു, അവൻ്റെ കണ്ണിൽ കുഹുല് നന്നായിട്ടുണ്ട്. മിൻഹു, ആ കുഹുല് നന്നായതിനേക്കാളും ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിൽ. അപ്പോൾ സെയ്ദിൻ്റെ കണ്ണിൽ കുഹുല് നന്നായതിനേക്കാളും വേറെ ആരെങ്കിലും കണ്ണിൽ കുഹുല് നന്നായിട്ടുള്ള ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സെയ്ദിൻ്റെ കണ്ണിലേക്കാളും കുഹുല് നന്നായ വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉദ്ദേശം? മനസ്സിലായോ? ഇവിടെ ഹല്ല് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ മാറായിത്തു റജുല എന്ന് പറഞ്ഞല്ലോ, അവിടെ നമുക്ക് ഫീല് വെച്ച് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഇബ്നു മാലിക് അൽഫീൽ പറഞ്ഞത് വറഫുഹു സാഹിറ നസറുൻ വാമത്ത ആഖാബ ഫീൽ എന്ന് പറഞ്ഞത്. അഥവാ ഫീലിൻ്റെ സ്ഥാനത്തേക്ക് അത് ഇറങ്ങിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഫീല് വെച്ച് പറയാൻ പറ്റും. ഉദാഹരണം ഇപ്പോൾ അവിടെ എങ്ങനെ പറയും നമുക്ക്? മാറായിത്തു റജുലൻ, ഇതേമായ തന്നെ മാറായിത്തു റജുല യഹ്സുനു ഫി ഐനിഹിൽ കുഹ്ലു കഹുസ്നിഹി ഫി ഐനി സെയ്ദിൻ, അതിൻ്റെ അർത്ഥം. അതായത് മാറായിത്തു റജുലൻ, ഒരു റജുലിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനത്തെ റജുലാണ് യഹ്സുനു ഫി ഐനിഹിൽ കുഹുലു, അവൻ്റെ കണ്ണിൽ കുഹുല് നന്നായിട്ടുള്ള ഒരു പുരുഷനെയും ഞാൻ കണ്ടിട്ടില്ല. ഹുസ്നിഹി, ആ കുഹുലി തന്നെ നന്നായി, ഹുസ്നിഹി, ആ കുഹുലി തന്നെ നന്നായതുപോലെ ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിൽ. അപ്പോൾ സെയ്ദിൻ്റെ കണ്ണിൽ കുഹുലി നന്നായതുപോലെ ആ കുഹുലി വേറൊരാളുടെ കണ്ണിൽ നന്നായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നാ. അപ്പോൾ ടോപ്പ് സെയ്ദാന്നർത്ഥം. ഇനി അടുത്ത് നോക്കുക, അവിടെ പറഞ്ഞത് ഇനി നഹീക്കാണ്. വലാ യകുൻ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഖൈറു മിൻഹു ഇലൈകാന. എന്താ വലാ യകുൻ അഹദുൻ, ഒരാളും ആവരുത്, അഹബ്ബു ഇലൈഹി, ആ അഹദ് അവനിലേക്ക് ഏറ്റവും ഇഷ്ടമാവരുത്. എന്താണ്? അൽ ഖൈറു, ഖൈർ. അപ്പോൾ വലാ യകുൻ അഹദുൻ, ഒരാളും ആവരുത്, അഹബ്ബു ഇലൈഹി, അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുത്, അൽ ഖൈർ, ഖൈർ. മനസ്സിലായോ? മിൻഹു, ആ ഖൈർ തന്നെ ഏറ്റവും ഇഷ്ടം ആയതുപോലെ ഇലേക്ക, നിന്നിലേക്ക്. അപ്പം നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടമായതുപോലെ എന്താണ് മറ്റുള്ളവരിലേക്ക് അതെന്താവരുത്, മറ്റുള്ള ഒരാളിലും അതങ്ങനെ ഇഷ്ടമാകരുത് എന്ന ഉദ്ദേശം. അതായത് വലാ യകുൻ അഹദുൻ, ഒരാളും തന്നെ ആവരുത്. ഇനി എൻ്റെ ഖബർ അഹബ്ബ, ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുത്, ഇലൈഹി, ആ അവനിലേക്ക്, അഹദിലേക്ക്, അഹദിലേക്ക് ബമീർ മടക്കുക. വലാ യകുൻ അഹദുൻ, ഒരാളും തന്നെ ആവരുത്, അഹബ്ബ, ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുത്, ഇലൈഹി, അവനിലേക്ക്, അൽ ഖൈറു, ഖൈർ, ആ ഖൈർ അവനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുത്. മിൻഹു, ആ ഖൈർ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുപോലെ ഇലൈക്ക, നിന്നിലേക്ക്. അപ്പം നിന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുപോലെ മറ്റുള്ളവർക്കാകരുത്, അതാണ് ഉദ്ദേശം. അപ്പം ഇവിടെ ഒക്കെ എന്താന്ന് പറഞ്ഞാൽ അഹബ്ബ എന്ന ഇസ്മു തഫ്ദീലിന്റെ ഫായിലാണ്. അൽ ഖൈറു സാഹിറ ഇസ്മ റഫ് കൊടുത്തു. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് വഹൽ റഅയ്ത അഹദൻ, ആരെങ്കിലും ഈ കണ്ടോ? അഹ്സന ഫി ഐനിഹിൽ കുഹുലു, അവൻ്റെ കണ്ണിൽ കുഹുൽ ഏറ്റവും നന്നായിട്ടുള്ള ആരെങ്കിലും ഈ കണ്ടോ? തൻ്റെ കണ്ണിൽ കുഹുലി ഏറ്റവും നന്നായിട്ടുള്ള ആരെങ്കിലും ഈ കണ്ടോ? മിൻഹു, ആ കുഹുലി തന്നെ ഏറ്റവും നന്നായതുപോലെ ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിൽ നന്നായതുപോലെ ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഈ കണ്ടോന്നാ. മനസ്സിലായി നിങ്ങൾക്ക്? അവിടെ ഒക്കെ എന്താണ്? അഹ്സനൻ്റെ ഫായിലാണ് അൽ കുഹ്ലു. കണ്ട, ളാഹിറിന് റഫ് കൊടുത്തു. മനസ്സിലായി? അപ്പം മൊത്തത്തിൽ ഒന്നുകൂടി അർത്ഥം പറയാം. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, റജുലൻ, ഒരു റജുലിനെ, അഹ്സന ഫി ഐനിഹി, അവൻ്റെ കണ്ണിൽ നന്നായിട്ടുണ്ട്, അൽ കുഹ്ലു. അപ്പോൾ സുറുമ തൻ്റെ കണ്ണിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു പുരുഷനെയും ഞാൻ കണ്ടിട്ടില്ല. മിൻഹു, ആ സുറുമ തന്നെ ഏറ്റവും നന്നായതുപോലെ ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിൽ നന്നായതുപോലെ. മനസ്സിലായോ? അതുപോലെ തന്നെ വഹൽ റഅയ്ത അഹദൻ അഹ്സന ഫി ഐനിഹിൽ കുഹുലു, വഹൽ റഅയ്ത അഹദൻ, ആരെങ്കിലും നീ കണ്ടോ? അഹ്സന ഫി ഐനിഹി അൽ കുഹുലു, അവൻ്റെ കണ്ണിൽ കുഹുൽ ഏറ്റവും നന്നായതായ ആരെങ്കിലും നീ കണ്ടോ? മിൻഹു, ആ കുഹുലി തന്നെ ഏറ്റവും നന്നായതുപോലെ ഫി ഐനി സെയ്ദിൻ, സെയ്ദിൻ്റെ കണ്ണിൽ നന്നായതുപോലെ ആരെങ്കിലും വേറെ കണ്ടോന്ന്. പിന്നെ വലാ യകുൻ അഹദുൻ, ഒരാളും ആവരുത്, അഹബ്ബു ഇലൈഹിൽ ഖൈറു, അവനിലേക്ക് ഖൈർ ഏറ്റവും ഇഷ്ടപ്പെട്ടതാവരുത്. മിൻഹു, ആ ഖൈർ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആയതുപോലെ ഇലൈക്ക, നിന്നിലേക്ക് ഇഷ്ടപ്പെട്ടതായതുപോലെ മറ്റുള്ളവരുടെ അടുക്കലായത്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.